ജീവിതം എന്നത് ഒരു പരീക്ഷണമല്ല, മറിച്ച് ഒരു അനുഭവമാണ്. നമ്മളിൽ പലരും ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ സ്വന്തം സ്വപ്നങ്ങളെ എവിടെയോ മറന്നു വെച്ചിരിക്കുകയാണ്. എനിക്ക് ഇത്രയൊക്കെ കഴിയൂ എന്ന് നമ്മൾ നമ്മളെ തന്നെ വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ സത്യം അതല്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ശക്തിയുണ്ട്. അത് തിരിച്ചറിയാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ കുറച്ച് നിമിഷങ്ങൾ എനിക്ക് വേണ്ടി മാറ്റിവെക്കൂ. ഇത് കേവലം വാക്കുകളല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതം മാറാനുള്ള ഒരു തുടക്കമാണ്. എന്തുകൊണ്ടാണ് പലർക്കും വളരാൻ കഴിയാത്തത്? അതിന് കാരണം നമ്മുടെ കംഫർട്ട് സോണാണ്. സുരക്ഷിതമായി ഇരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഓർക്കുക, കപ്പലുകൾ തീരത്ത് കിടക്കുമ്പോൾ സുരക്ഷിതമാണ്. പക്ഷേ കപ്പലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് തീരത്ത് കിടക്കാനല്ല, മറിച്ച് തിരമാലകളെ കീറിമുറിച്ച് മുന്നേറുവാനാണ്. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ നാളെയും തുടർന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലവും പഴയത് തന്നെ ആയിരിക്കും. ഒരു മാറ്റം വേണമെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങണം. ആ അസ്വസ്ഥതയാണ് നിങ്ങളുടെ വളർച്ചയുടെ അടയാളം. പരാജയത്തെക്കുറിച്ച് നമുക്ക് തെറ്റായ ധാരണയാണുള്ളത്. പരാജയം എന്നാൽ വിജയത്തിന്റെ വിപരീതമല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള പാതയുടെ ഒരു ഭാഗമാണ്. തോമസ് ആൽവ എഡിസണെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ? അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്. തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് 1000 തവണ പരാജയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ 1000 തവണ പരാജയപ്പെട്ടതല്ല, മറിച്ച് ബൾബ് പ്രവർത്തിക്കാത്ത 1000 വഴികൾ ഞാൻ കണ്ടെത്തിയെന്നാണ്. നിങ്ങളൊരു കാര്യം ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ടാൽ അതിനർത്ഥം നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നിലാണ് എന്നാണ്. കാരണം നിങ്ങൾ ശ്രമിച്ചു. ഒന്നും ചെയ്യാതെ ഇരിക്കുന്നവരാണ് യഥാർത്ഥ പരാജയങ്ങൾ. വലിയ വിജയങ്ങളൊക്കെ ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായതല്ല. അവ ചെറിയ ചെറിയ ശീലങ്ങളിലൂടെ ഫലമായി വന്നതാണ്. ദിവസവും 1% മാത്രം മെച്ചപ്പെടാൻ ശ്രമിക്കുക. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. പുസ്തകങ്ങൾ വായിക്കുക. ശരീര സംരക്ഷണം ശ്രദ്ധിക്കുക. ഈ ചെറിയ മാറ്റങ്ങൾ 1 വർഷം കഴിയുമ്പോൾ നിങ്ങളെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റും. വിജയങ്ങളും പരാജയപ്പെട്ടവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവയുടെ റൊട്ടീനാണ്. നിങ്ങളുടെ ദിവസത്തെ നിങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ദിവസം നിങ്ങളെ നിയന്ത്രിക്കും. നമ്മുടെ ഏറ്റവും വലിയ ശത്രു പുറത്തല്ല, അത് നമ്മുടെ ഉള്ളിലാണ്. എന്നെക്കൊണ്ട് കഴിയില്ല, ഭാഗ്യമില്ല, സാഹചര്യങ്ങൾ ശരിയല്ല, ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ ഒരു വിഷം പോലെയാണ്. നിങ്ങളുടെ മനസ്സിനെ ഒരു തോട്ടമായി കാണുക. അവിടെ നല്ല വിത്തുകൾ പാകിയില്ലെങ്കിൽ കളകൾ വളരും. നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ചുറ്റുമുള്ളവരുടെ കളിയാക്കലുകളെയോ വിമർശനങ്ങളെയോ കാതോർക്കരുത്. അവർ നിങ്ങളെ വിലയിരുത്തുന്നത് അവരുടെ കാഴ്ചപ്പാടിലൂടെയാണ്, നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് ഓർത്തല്ല. പ്രചോദനം എന്നത് ഒരു തീപ്പൊരി പോലെയാണ്. അത് പെട്ടെന്ന് അണഞ്ഞു പോകും. എന്നാൽ അച്ചടക്കം, ഡിസിപ്ലിൻ എന്നത് വറ്റാത്ത നീരുറവയാണ്. ചെയ്യാൻ തോന്നാത്ത ദിവസങ്ങളിലും ജോലി ചെയ്യാനുള്ള മനസ്സിനെയാണ് അച്ചടക്കം എന്ന് വിളിക്കുന്നത്. വിജയിക്കാൻ നിങ്ങൾക്ക് അതിബുദ്ധി വേണമെന്നില്ല. പകരം അചഞ്ചലമായ ലക്ഷ്യബോധവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും മാത്രം മതി. ലോകം വാഗ്ദാനങ്ങൾ നൽകുന്നവർക്കൊപ്പമല്ല, പ്രവർത്തിച്ച് കാണിക്കുന്നവരെ ആദരിക്കുന്നതാണ് നമ്മുടെ ലോകം. ഈ കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾ നിങ്ങൾ കേട്ട കാര്യങ്ങൾ നിങ്ങളുടെ തലച്ചോറിൽ മാത്രം ഒതുക്കരുത്. അത് നിങ്ങളുടെ പ്രവൃത്തിയിൽ വരണം. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ഒരു ചെറിയ മാറ്റത്തിന്റെ തുടക്കമായിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിന്റെ ശില്പി നിങ്ങൾ തന്നെയാണ്. മറ്റൊരാൾ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് കാത്തിരിക്കരുത്. ആരും വരില്ല. നിങ്ങളുടെ വഴി നിങ്ങൾ തന്നെ വെട്ടിത്തെളിക്കണം. പ്രിയപ്പെട്ടവരെ, ലോകം നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ കഴിവിനെ പുറത്തെടുക്കൂ. വിജയം നിങ്ങൾക്ക് അരികിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേട്ട പോഡ്കാസ്റ്റിന് നന്ദി. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പങ്കുവെക്കുക. നമുക്ക് ഒരുമിച്ച് വളരാം. നന്ദി, നമസ്കാരം.